നമസ്കാരം. ആധാർ കാർഡ് പൗരത്വത്തിന്റെ നിർണായക തെളിവായി പരിഗണിക്കാനാവില്ലെന്ന് സുപ്രീം കോടതി. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാദം ശരിവെച്ചുകൊണ്ടാണ് സുപ്രീം കോടതിയുടെ വാക്കാലുള്ള നിരീക്ഷണം. ആധാർ കാർഡിൽ പരിശോധന വേണ്ടിവരുമെന്നും വാക്കാൽ നിർദ്ദേശിച്ചു. വിവിധ സേവനങ്ങൾക്കുള്ള ആധികാരിക തിരിച്ചറിയൽ രേഖയായി ആധാറിനെ പരിഗണിക്കുമ്പോഴും അത് പൗരത്വം നിർണ്ണയിക്കുന്നതിന് അടിസ്ഥാനമാക്കാനാകില്ലെന്നും കൃത്യമായ പരിശോധന അതിന് ആവശ്യമാണെന്നും സുപ്രീംകോടതി ജസ്റ്റിസ് സൂര്യകാന്ത് നിരീക്ഷിച്ചു. അതേസമയം ആധാറിൽ സ്വതന്ത്രമായ പരിശോധന വേണ്ടിവരുമെന്നും കോടതി വാക്കാൽ പറഞ്ഞു. ബീഹാർ വോട്ടർ പട്ടിക അട്ടിമറിക്കാൻ ശ്രമിക്കുന്നതായിട്ടുള്ള തീവ്ര വോട്ടർ പട്ടിക പുനഃപരിശോധനയ്ക്കെതിരായ പരാതി പ്രകാരമുള്ള കേസിൽ വാദം കേൾക്കുകയാണ് സുപ്രീം കോടതിയുടെ നിരീക്ഷണം. പൗരത്വം തെളിയിക്കുന്നതിനുള്ള നിർണായക രേഖയായി ആധാറിനെ കണക്കിലെടുക്കാനാകില്ലെന്നും ഇതിനെതിരായ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാദം നിലനിൽക്കുന്നതാണെന്നും അതേസമയം സ്വതന്ത്രമായ പരിശോധന വേണ്ടിവരുമെന്നും കോടതി പറയുകയായിരുന്നു. ജസ്റ്റിസ് സൂര്യകാന്ത്, ജോയി മല്യ ബഗ്ചി എന്നിവരുടെ ബെഞ്ചാണ് നിരീക്ഷണം നടത്തിയത്. നിയമവിരുദ്ധതയുണ്ടെങ്കിൽ തീവ്രപരിഷ്കരണം റദ്ദാക്കുമെന്ന് വീണ്ടും സുപ്രീംകോടതി വ്യക്തമാക്കി. വോട്ടർ പട്ടികയിൽ നിന്ന് അനധികൃതമായി ഒഴിവാക്കപ്പെട്ടാൽ കോടതിയെ സമീപിക്കാമെന്നും സുപ്രീംകോടതി വ്യക്തമാക്കി. 1950 ശേഷം ഇന്ത്യയിൽ ജനിച്ചവരെല്ലാം ഇന്ത്യൻ പൗരന്മാരാണെന്നും എന്നാൽ ഇപ്പോഴത്തെ വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ ഗുരുതരമായ ക്രമക്കേടുണ്ടെന്നും ഹർജിക്കാർക്ക് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ കപിൽ സിബൽ വാദിച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പൗരത്വം നൽകാനുള്ള ഏജൻസിയാക്കി മാറ്റരുതെന്നും ഹർജിക്കാർ വാദിച്ചു. പൗരാവകാശ പ്രവർത്തകൻ യോഗേന്ദ്ര യാദവ് കേസിൽ നേരിട്ട് വാദിച്ചു. യോഗേന്ദ്ര യാദവിന് വാദിക്കാനായി കോടതി 10 മിനിറ്റ് സമയം അനുവദിച്ചു. വോട്ടർ പട്ടികയിൽ നിന്ന് കൂട്ടത്തോടെ ഒഴിവാക്കൽ നടത്തുകയാണെന്നും ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ എല്ലാ രേഖകളും ഹാജരാക്കാൻ നിർദ്ദേശിക്കുന്നതെന്നും യോഗേന്ദ്ര യാദവ് വാദിച്ചു. കേസിൽ നാളെയും വാദം തുടരും.